ഇപ്പോൾ പശ്ചിം ബർധമാനിലാണ് ശക്തമായ വിമർശനം മമതാ ബാനർജിക്കെതിരെ അമിത്ഷാ ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമായും അമിത്ഷാ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുക എന്നത് മമതാ ബാനർജിയെ പുറത്താക്കുക പോലെയാണ്. നുഴഞ്ഞുകയറ്റക്കാരെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാരുടെ അരിയടക്കം തട്ടിയെടുക്കുകയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ ചെയ്യുന്നത്. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ അടുത്ത ദിവസം തന്നെ നുഴഞ്ഞുകയറ്റക്കാരെല്ലാം ബംഗാൾ വിട്ടുപോകാൻ തയ്യാറാകൂ എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉയരുകയാണ്. ഇതുകൂടാതെ തന്നെ രാമക്ഷേത്രം അടക്കമുള്ള വിഷയം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഇപ്പോൾ BJP ഉപയോഗിച്ചിരിക്കുന്നു. പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷം മമതാ ബാനർജി അടങ്ങുന്ന പ്രതിപക്ഷം രാംലല്ലയെ ഇത്തരത്തിൽ ടെന്റിൽ സൂക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമായതാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ തന്നെ അമിത്ഷാ ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പല നേതാക്കളും ബംഗാളിൽ ഇത്തരത്തിൽ ബാബറി മസ്ജിദ് നിർമ്മിക്കുമെന്നുള്ള ആഹ്വാനമെല്ലാം നടത്തിയിരുന്നു. അതൊരിക്കലും അനുവദിക്കില്ല എന്ന് കൂടി ഇപ്പോൾ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ത്രിതല തലത്തിലുള്ള പ്രചാരണ പദ്ധതികളാണ് BJP ബംഗാളിൽ ആസൂത്രണം നടത്തിയിരിക്കുന്നത്. 2021 ഏകദേശം 64 സീറ്റോളം BJP വിജയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ 100-ലധികം സീറ്റുകൾ നേടാമെന്നും പ്രചാരണം ഊർജിതമാക്കിയാൽ അധികാരം പിടിക്കാമെന്ന കണക്കൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചാരണ റാലികളുമായി പ്രധാനമന്ത്രിയും സംസ്ഥാനത്തേക്ക് എത്തും. കഴിഞ്ഞ ദിവസം 2 ദിവസം പ്രധാനമന്ത്രി ബംഗാളിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഊർജിതമാക്കിയ പ്രചാരണം മുന്നോട്ട് പോകുമ്പോൾ മമതാ സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിമാരുടെയും അതുപോലെ തന്നെ BJP മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്നെല്ലാം ഉയരുന്നത്.